ഹായ് നമസ്കാരം. ഞാൻ വരെ എന്തെങ്കിലും വിശേഷം സുഖമല്ലേ? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പറയുന്ന കാര്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അബൂബക്കർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. പറയുന്ന കാര്യം ചുരുക്കി പറയാമല്ലോ. ഞായറാഴ്ച ദിവസം ഞാൻ കൊല്ലങ്കോട് ഒരു യാത്രയ്ക്ക് പോയി. എൻ്റെ ചെറിയ വണ്ടിയാണ് TVS XL. അപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് ആലത്തൂർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ വണ്ടി കുനിശ്ശേരിയുടെ ഭാഗത്തുനിന്ന് പഞ്ചറായി. അപ്പോൾ രക്ഷയില്ല. ഞായറാഴ്ച രാത്രിയാണ്, ഒരാളും വിളിച്ചാൽ കിട്ടില്ല. വലിയ പ്രയാസപ്പെട്ടു. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ നിർത്തി ഞാൻ വീട്ടിലേക്ക് എങ്ങനെയൊക്കെയോ എത്തി. വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ പാലക്കാട് കച്ചവടത്തിന് പോയി. കച്ചവടം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബസ്സിൽ കയറി തൃപ്പാളൂർ വന്നിറങ്ങി. അവിടെ നിന്ന് കുനിശ്ശേരിക്ക് ബസ് കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം 1 മണിക്കൂർ മേലെ നട്ടുച്ചയ്ക്ക് 2 to 3 മണിൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്തു. ഒരു രക്ഷയില്ല. അവിടുന്ന് എങ്ങനെയൊക്കെയോ കയറി ബസ് കിട്ടി. പിന്നെ ഒരു ബസ് കിട്ടി. ബസ്സിൽ കയറിയപ്പോൾ ടയർ കട എവിടെ വെച്ചപ്പോൾ ടയർ കടീൻ്റെ അവിടെ ഇറക്കി തന്നു എനിക്ക്. അപ്പോൾ ടയർ കടീൻ്റെ അവിടെ ഇറക്കി തന്നു. ടയർ കടയിൽ പോയപ്പോൾ എന്തായി, മൂപ്പര് സംഭവം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നല്ല വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വന്നിരിക്കുക ചേട്ടോ, എനിക്കൊന്ന് ടയറൊന്ന് സെറ്റാക്കി തരണം, എനിക്ക് വലിയ പ്രയാസത്തിലാണ് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ അവിടെ പഞ്ചർ ഒട്ടുന്ന വേറൊരാളുണ്ടായിരുന്നു 1 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ എങ്ങനെയൊക്കെ പുള്ളിയുടെ അടുത്തേക്ക് എത്തിച്ചേരുക പറഞ്ഞാൽ പുള്ളിയുടെ വീടിൻ്റെ അടുത്തേക്കാണ് എത്തിച്ചേർന്നത്. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നതൊന്നും ഭക്ഷണം കഴിക്കുന്ന പകുതിയാക്കിയിട്ട് മൂപ്പര് എന്ത് ചെയ്തു, വണ്ടി എടുത്തിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി റോട്ടിലേക്ക് വന്നു. ലാസ്റ്റ് പുള്ളി വണ്ടി നിൽക്കുന്നവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ വണ്ടി പഞ്ചറാണ്. ട്യൂബും ടയറും ഒന്നിനും പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ പഞ്ചറായതിനു ശേഷം കുറച്ച് ഓട്ടിയുണ്ടായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞ സുഹൃത്തെ, മണിയേട്ടൻ തോന്നുന്നുണ്ട് അയാളുടെ പേര്. മണിയേട്ടൻ എന്നെ കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ടയർ കാര്യങ്ങളൊക്കെ അയച്ച് ടയർ കടക്കാരെ വിളിച്ചു. ഞാൻ ആദ്യം പോയ വണ്ടി ടയർ കടക്കാരെ വിളിച്ചു. വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ടയറിന് 1300 രൂപ വേണമെന്ന് പറഞ്ഞു, ട്യൂബിന് എക്സ്ട്രാ 300 രൂപ വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ടയറിന് ആകെ 950 റുപ്യല്ലേ ഉള്ളൂ, ട്യൂബും കൂടി ആകുമ്പോൾ 1200 രൂപയല്ലേ വരുള്ളൂ പറഞ്ഞു. പുള്ളി സമ്മതിക്കണില്ല. ഇന്നലെ രാത്രി വില കൂടിയത്രേ. ഞാൻ ഇന്ന് ടയർ ചോദിച്ചാൽ ഇന്നലെ രാത്രി വില കൂടിയെന്ന് പറഞ്ഞു. ലാസ്റ്റ് പുള്ളി ഫോൺ കട്ടാക്കി. ഞാൻ പറഞ്ഞു മണിയേട്ടനോട് പറഞ്ഞു, മണിയേട്ടാ എന്തൊരു വിലയാണ് ആ പുള്ളി പറയുന്നത്, എൻ്റെ അവസ്ഥ പുള്ളിക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുള്ളി പറയുന്നത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു 1300 തരാണെങ്കിൽ പുള്ളിനോട് ചെയ്തു തരാൻ പറയുക പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് ചെയ്തു, രണ്ടാമത് പുള്ളി വിളിച്ച് എനിക്ക് എന്ത് ചെയ്തു, ആ ടയർ വാങ്ങിച്ചു വന്നു. സത്യത്തിൽ ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുകയാണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയെടുത്തു. എന്ത് വില പറഞ്ഞാലും ഞാൻ വാങ്ങുന്നു പുള്ളി വിചാരിച്ചു. എൻ്റെ വിഷമവും എൻ്റെ വേദനയും പുള്ളി മുതലെടുത്തു. സങ്കടം തോന്നിപ്പോയി. ലാസ്റ്റ് മണിയേട്ടൻ പറഞ്ഞാൽ എന്നെ മൂപ്പരുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി ആ ടയറൊക്കെ ഫിറ്റ് ചെയ്ത് ട്യൂബൊക്കെ ഫിറ്റ് ചെയ്ത് വണ്ടിയിൽ ആ നട്ടു വെയിലത്തിട്ടോ പുള്ളി ചോറ് കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയം മണിയേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. അത്രയും നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു ഉടമയാണ് ആ മനുഷ്യൻ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പുള്ളി എന്നെ കൂട്ടിക്കൊണ്ടുപോയി ടയർ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എൻ്റെ വണ്ടി ഫിറ്റ് ചെയ്ത് എന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ പറഞ്ഞയച്ചു. ഇന്നത്തെ കാലത്ത് ഒരു നന്മ ചെയ്യുന്ന ആളുകൾ അപൂർവത്തിലുണ്ടാവുള്ളൂ. സത്യത്തിൽ ഞാൻ ഇത്തിരി വിഷമപ്പെട്ടെങ്കിൽ പോലും, അഥവാ 2 മണി മുതൽ 4 മണി വരെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു പോയി. ഒരു ടയർ ഫിറ്റ് ചെയ്യാൻ എന്തുമാതിരി വേദനിച്ചെന്നറിയോ. കയ്യിൽ പൈസയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ആരും വരാനില്ല. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമം. അപ്പോൾ അത് വിഷമം നിങ്ങളോട് പറയണം തോന്നിപ്പോയി. നിങ്ങൾക്കിതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, പല ഭാഗത്തും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം. എനിക്ക് ഒരു നല്ലൊരു വ്യക്തിത്വം മണിയേട്ടനെ വന്നു, വലിയ സന്തോഷം തോന്നി. അപ്പോൾ മണിയേട്ടനൊരു ഒരു നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഒരു സങ്കടം നിങ്ങൾക്ക് അറിയിക്കണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.